സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ തുകയുടെ 2 ഗഡു വിതരണമാണ് പുരോഗമിക്കുന്നത്. മെയ് മാസത്തെ പെൻഷനോടൊപ്പം 1 ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത്. 2 ഗഡു വിതരണം ചെയ്യുന്നതിനാൽ ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതമാണ് ലഭിക്കുന്നത്. തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും. പെൻഷൻ ലഭിക്കാത്തവർക്ക് ജൂൺ 2 തിങ്കളാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും 3200 രൂപ വീതം എത്തിച്ചേരും. ജൂൺ 5 വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. അതേസമയം 2025 വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25 മുതൽ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 24 വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ 30 രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യാൻ 50 രൂപയും ഫീസ് ഈടാക്കുന്നുണ്ട്. മറ്റൊരറിയിപ്പ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകി. 2025 ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. PMAY 2.0യുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം. സാമൂഹിക വിഭാഗം, വരുമാനം, ഭവനനില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. മറ്റൊരറിയിപ്പ്, PM കിസാൻ പദ്ധതിയിൽ യോഗ്യരായ കർഷകർക്ക് കേന്ദ്ര സർക്കാർ പ്രതിവർഷം 6000 രൂപ വീതം നൽകുന്നു. 2000 രൂപ വീതമുള്ള 3 ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുക. അടുത്തത് 20ാമത്തെ ഗഡുവാണ് 2025 ജൂൺ മാസത്തിൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പേയ്മെന്റിന് യോഗ്യത നേടുന്നതിന് കർഷകർ പ്രത്യേക നടപടികൾ പൂർത്തിയാക്കിയിരിക്കണം. EKYC, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.